കേരള പോലീസിന്റെ അഭിമാന സ്തംഭമായി തലയുയർത്തി നിൽക്കുന്ന തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ പോലീസുകാർ തന്നെ തെരുവ് ഗുണ്ടകളെ പോലെ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് നടന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിന് നേതൃത്വം നൽകേണ്ട പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ നടന്ന ഈ തെരുവ് യുദ്ധം പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. മ്യൂസിയം സ്റ്റേഷനിലെ CPO വിശാഖും സുരക്ഷാ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥനായ കിരണും തമ്മിൽ നടന്ന ഈ കയ്യാങ്കളി വെറും ഒരു വ്യക്തിപരമായ തർക്കമല്ല, മറിച്ച് പോലീസിനുള്ളിലെ അച്ചടക്കമില്ലായ്മകളുടെയും രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും ആഴം വ്യക്തമാക്കുന്ന സംഭവമാണ്. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ഒരു സ്ത്രീയോട് കാറ് മാറ്റാൻ നിർദ്ദേശിച്ച വിശാഖിനെ തന്റെ അമ്മയോട് മോശമായി പെരുമാറി എന്നാരോപിച്ച് കിരൺ മർദ്ദിക്കുകയായിരുന്നു. ഗവർണറുടെ വാഹന വ്യൂഹം കടന്നുപോകേണ്ട അതീവ സുരക്ഷാ മേഖലയിലാണ് ഈ നാടകം അരങ്ങേറിയത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. സീനിയർ ഉദ്യോഗസ്ഥനെ ജൂനിയർ പോലീസുകാരൻ പരസ്യമായി തല്ലുന്ന അവസ്ഥയിലേക്ക് കേരള പോലീസ് അധപ്പതിച്ചു കഴിഞ്ഞു. കിരൺ എന്ന ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് ക്യാമ്പിൽ നിന്നും പോലീസ് ആസ്ഥാനത്ത് ഡ്യൂട്ടി തരപ്പെടുത്തിയത് എന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. പോലീസിനുള്ളിൽ രാഷ്ട്രീയ അതിപ്രസരം കടന്നുകൂടിയാൽ അച്ചടക്കം എങ്ങനെ തകരും എന്നതിന് ഇതിലും വലിയ തെളിവ് വേറെ വേണ്ട. പോലീസുകാരെ നിയന്ത്രിക്കാൻ പോലും ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ലെങ്കിൽ സാധാരണക്കാരുടെ സുരക്ഷയുടെ അവസ്ഥ എന്തായിരിക്കും? സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ നിർണായകമായിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കിരൺ മർദ്ദിക്കുന്നത് വ്യക്തമായാൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിൽ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരത്തോടെ മാത്രമേ നടപടികൾ പ്രഖ്യാപിക്കാൻ കഴിയൂ. പോലീസുകാർ തന്നെ നിയമം കയ്യിലെടുക്കുന്ന ഈ പ്രവണത ആഭ്യന്തര വകുപ്പിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ പോലീസുകാർക്ക് ആരെയും തല്ലാം, എന്ത് ഗുണ്ടായിസവും കാണിക്കാം എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പോലീസിനുള്ളിലെ തമ്മിലടി തെരുവിലേക്ക് പടരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പെരുമാറുന്ന ഒരു വിഭാഗം പോലീസുകാർ സേനയുടെ അന്തസ്സ് കെടുത്തിയിരിക്കുകയാണ്. അമ്മയുടെ പരാതി കിരൺ ആയുധമാക്കുന്നുണ്ടെങ്കിലും കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരുന്ന സഹപ്രവർത്തകനെ മർദ്ദിച്ച കിരണിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനമാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കിരണിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. എന്നാൽ വെറും ഒരു സസ്പെൻഷനിൽ ഈ വിഷയം ഒതുക്കി തീർക്കരുത്. ആഭ്യന്തര വകുപ്പിലെ ഒരഴിച്ചുപണി അനിവാര്യമാണ്. ജനങ്ങളെ സേവിക്കേണ്ട പോലീസുകാർ പരസ്പരം തല്ലുന്ന ഈ കാഴ്ച കേരളത്തിന് അപമാനമാണ്. പോലീസിലെ രാഷ്ട്രീയ ഇടപെടലുകൾ അവസാനിപ്പിക്കുകയും അച്ചടക്കം കർക്കശമാക്കുകയും ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള നാണംകെട്ട സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്നതിൽ സംശയമില്ല.